രാജുവിന്റെയും രമ്യയുടെയും കല്യാണക്കാര്യമാണ് ഞങ്ങളിവിടെ പറഞ്ഞോണ്ടിരുന്നത്. രാജുവിന്റെയും രമ്യയുടെയും കല്യാണക്കാര്യം അതാര് തീരുമാനിച്ചു? അച്ഛൻ ഇക്കാര്യത്തിൽ തടസ്സം നിൽക്കണേ എന്തിനാ? രാജുവിന് എന്തായാലും ഒരു കല്യാണം വേണ്ടേ? രാജുവിനൊരു കല്യാണം വേണം. പക്ഷേ രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണക്കാര്യം ആര് തീരുമാനിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത്. അച്ഛനമ്മ വഴക്കൊന്നും പറയരുത്. രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണം നടത്താമെന്ന് അമ്മ രുക്മിണി ചേച്ചിക്ക് വാക്ക് കൊടുത്തതാ. നേരാണോടി ഇവനീ പറയണത്? നേരാണോന്ന്? നേരാണ്. ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാന്ന് ഞാൻ രുക്മിണിക്ക് വാക്കു കൊടുത്തു. എന്നോട് ചോദിക്കാതെയാ? ചോദിക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. ശ്രീലക്ഷ്മി ഹരീഷിനെ രുക്മിണി അംഗീകരിക്കാമെന്നും ഹരീഷിന് ഷെയർ കൊടുക്കാമെന്നും രുക്മിണി എനിക്ക് വാക്ക് തന്നു. പകരം ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന അവരുടെ ആവശ്യം ഞാൻ അംഗീകരിച്ചു. നമ്മുടെ ഇളയ മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഒരു മകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി മറ്റൊരു മകന്റെ ജീവിതം ബലി കൊടുത്തു അല്ലേടി? ഞാൻ ചെയ്ത തെറ്റൊന്നും അല്ല. ഞാൻ രാജുവിന്റെ അമ്മയാ. നീ അമ്മയായിക്കോ, പക്ഷെ ഞാൻ അവന്റെ അച്ഛനാണെന്ന കാര്യം നീ മറന്നു കളഞ്ഞു. അല്ലച്ചാ, അതിനെന്തിനാ ഇത്ര ബഹളം ഉണ്ടാക്കുന്നത്? ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് കയറി ഒന്ന് അഭിപ്രായം പറഞ്ഞ സമനില തെറ്റി ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കും. അതിന്റെ പേരില് എന്റെ മകള് കരയാൻ ഇടവരുത്തരുത്. നിങ്ങൾ എന്റെ മരുമകന്റെ അമ്മയാ. എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എടേ, ഈ കല്യാണം നടക്കില്ല. രാജു സ്നേഹിച്ച പെൺകുട്ടി വർമ്മസാറിന്റെ മകള് ഋതികയാണ്. ഋതിക രാജു തമ്മിലുള്ള കല്യാണം ഇവിടെ നടക്കൂ. ആര് നടത്തും? ഞാൻ നടത്തൂടി. എന്താടി നിനക്ക് സംശയമുണ്ടോ? എന്റെ മോന്റെ കല്യാണം ഞാൻ നടത്തും. രാജുവിനെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ അവനും ഈ നിൽക്കുന്ന രമ്യയും തമ്മിലുള്ള കല്യാണമേ നടക്കൂ. അതാരൊക്കെ എതിർത്താലും ഞാൻ നടത്തും. അകലേ നോവിനാലേ